Praise the Lord. A very good morning to you all. May God bless everyone with a wonderful, supernatural, peaceful, glorious Tuesday. Hallelujah. Today is a wonderful, supernatural day. Today is our Zoom meeting. നമ്മുടെ Zoom meeting നടക്കുന്ന ദിവസമാണ്. I'm blessing each and every one a wonderful, supernatural day because God will do miracles this Tuesday. Hallelujah. കഴിഞ്ഞ ട്യൂസ്ഡേയ്സിലൊക്കെ കർത്താവ് വലിയവ ചെയ്ത് ഞങ്ങളുടെ Zoom മീറ്റിങ്ങിനകത്ത് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സ്വർഗത്തിലെ കർത്താവിന് മാത്രമാണ്. നമ്മുടെ Zoom മീറ്റിങ്ങിൻ്റെ ടൈമിംഗ് രാത്രി 8 തൊട്ട് 9 വരെയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണ് നമ്മുടെ നടുവിൽ വരുന്നത്. അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുവാണ്. മീറ്റിങ്ങിലേക്ക് എല്ലാവരും കടന്നു വരിക. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോയിലൊന്നും വരണമെന്ന് ഞാൻ പറയത്തില്ല. ഇറ്റ് ജസ്റ്റ് ഓഡിയോയിൽ വരൂ. ജസ്റ്റ് ഹിയർ ദ വേർഡ് ഓഫ് ഗാഡ്. നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. നമ്മുടെ കർത്താവ് വരവ് ഏറ്റവും അടുത്തിരിക്കുക. നമ്മൾ കൂടുതൽ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ വിശ്വാസം കൂടും ദൈവമക്കളെ. ഹല്ലേലൂയ. യു വിൽ. നമ്മൾ സ്പിരിച്വലി രക്ഷിക്കപ്പെട്ടവർ സ്പിരിച്വലി നമ്മൾ വളരണം. രക്ഷിക്കപ്പെടാത്തവർ ഈ കർത്താവിൻ്റെ സ്നേഹത്തെ ഇന്ന് തന്നെ നിങ്ങൾ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ ഒരു സ്പെസിഫിക്കേഷനും വെക്കാറില്ല. എല്ലാ ആൾക്കാർക്കും ഈ മീറ്റിങ്ങിനകത്ത് കടന്നു വരാം. ദർ ഇസ് നോ സച്ച് റെസ്ട്രിക്ഷൻ ഫോർ എനിത്തിങ്. ഒരു റെസ്ട്രിക്ഷനും ഞാൻ ഈ Zoom മീറ്റിങ്ങിൽ വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഈ Zoom മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. നൗ ആഫ്റ്റർ ദിസ് വോയിസ് ഓവർ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ എന്താ പറയുക ലിങ്ക് ഞാൻ മോർണിംഗ് ഡിവോഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ബ്രോഡ്കാസ്റ്റിൽ. ആർക്കെങ്കിലും ഈ ലിങ്കും പോസ്റ്റും വേണമെന്നുള്ളവർക്ക്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ നമ്പർ ഇതാണ് 8138814577. ഈ നമ്പറിലോട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ ലിങ്ക് അയച്ചു തരാം. ഓൾസോ യു ഷെയർ ദിസ് ലിങ്ക് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഹല്ലേലൂയ. രാവിലെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു ചെറിയ ക്ഷീണം പോലെ. എനിവേ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ലേറ്റസ്റ്റ് ട്രെയിൻ വളരെ ഏർലി മോർണിംഗ് എഴുന്നേക്കട്ടെ വന്നു. ഓക്കെ. എനിവേ കർത്താവ് ലീഡ് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരുമല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളെ ലീഡ് ചെയ്യുമല്ലോ. ഹല്ലേലൂയ. ലെറ്റ്സ് ഫസ്റ്റ് വർഷിപ്പ് ദ ലോർഡ്. ഞാനൊരു ഷോർട്ട് മെസ്സേജ് ആയിരിക്കും ഇടുന്നത്. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നലത്തെ മെസ്സേജസൊക്കെ എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ലെറ്റ്സ് വർഷിപ്പ് ദ ലോർഡ്. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്നെയുള്ള നന്ദി നിറയുന്നേ. സന്നാഹമോടി സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടി സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നു എന്നെ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തികേയുള്ള മകൾ ശക്തി നീയേ. നാഥാതന്തി നമുക്ക് കർത്താവ് ചെയ്ത നന്മകൾ ഓർത്താൽ നമുക്ക് എത്ര സ്തുതിച്ചാൽ മതിയാവും ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ഷെയർ ചെയ്യട്ടെ. ദിസ് വിൽ ലിഫ്റ്റ് യുവർ ഫെയ്ത്ത്. ഹല്ലേലൂയ. ഞങ്ങളുടെ എൻ്റെ ഒരു ലാൻഡിൻ്റെ വിഷയത്തിൻ്റെ ഒരു പേപ്പറിന് വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. ആക്ച്വലി ഒരു മാനുഷികപരമായി നോക്കിയാൽ ഞങ്ങളിവിടെ ഗൾഫിലായിരുന്ന സമയത്ത്, ഇവിടെ സർവേ സമയത്ത് ആളില്ലാത്തത് കൊണ്ട് വന്ന കുറേ മിസ്റ്റേക്സാണ്. അതെപ്പോൾ ശരിയായി കിട്ടും എനിക്കൊരു എന്താ പറയുക, ഞാനൊട്ടും വിചാരിച്ചില്ല കാര്യങ്ങൾ
പെട്ടെന്ന് ശരിയാവുമെന്ന് ഒന്നും കാര്യം നമുക്കറിയാം. നമുക്കൊരു ഗവൺമെൻറ്റിൽ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം, സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി ഒത്തിരി കഷ്ടപ്പെടണം. ഞാനും ഒത്തിരി കഷ്ടപ്പെട്ടു ഈ സ്റ്റേജ് വരെ എത്താൻ. എൻ്റെ ബ്രദറും എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. വലിയ വലിയ VVIPസിൻ്റെ പേപ്പേഴ്സിൻ്റെ നടുവിൽ കർത്താവ് ഈ പാവപ്പെട്ടവളെ ഓർത്തു. ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിച്ചവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ കണ്ണുനീരോടെ ഒരുപാട് നാളുകളായി ഞാൻ ഈ വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം, ദർ ഇസ് നോ വൺ ടു നമുക്ക് വേണ്ടി ഒന്ന് അവിടെ ആ വലിയ ഒഫീഷ്യൽസിൻ്റെ അടുത്ത് സംസാരിക്കാൻ നമുക്ക് ആരുമില്ല. കർത്താവേ, ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് മാത്രമാണുള്ളത്, അങ്ങ് സംസാരിക്കണം, എത്രയും പെട്ടെന്ന് ആ പേപ്പർ റെഡിയാകണം. ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ആക്ച്വലി അതിലൊരു മിസ്റ്റേക്സ് വന്നത് ആ പേപ്പർ, ബിക്കോസ് ദാറ്റ് ഇസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. സോ അവിടെ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. ബട്ട് എന്തോ ഒരു മനുഷ്യൻ കൈകൊണ്ട് എഴുതുന്നതല്ലേ, അതൊരു എറർ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കറിയാമല്ലോ, ഞാനൊന്നും എടുത്ത് പറയുന്നില്ല. കാര്യം മെസ്സേജസൊക്കെ അവർ കേൾക്കുവാണെങ്കിൽ അത് നമ്മളെ ഫർദർ അങ്ങോട്ടേക്ക് ചിലപ്പോൾ നമ്മളെ ബാധിച്ചെന്ന്. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങളോട് സാക്ഷിക്കുവാണ്, ആ പേപ്പറിൻ്റെ ഫൈനൽ എൻഡിൽ എത്തി. ഈവൻ ഐ തിങ്ക് വിത്തിൻ 3 days വിൽ ഗെറ്റ് ദാറ്റ് പേപ്പർ. ആ ഡോക്യുമെൻ്റ് കറക്റ്റായി ഞങ്ങളുടെ കരുത്തിൽ ലഭിക്കും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്വർഗത്തിലെ കർത്താവ് മാത്രമാണ് ദൈവമക്കളെ. I give all the glory to God. So I thought I'll sing this song today to my God. എന്നോടില്ല നിൻ്റെ സർമ്മ. എത്ര നന്മകളാണ് കർത്താവ് ഓരോ നിമിഷവും നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഹല്ലേലൂയ. ഓറിക്കാറ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാര്യം വലിയ 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 VVIPസിൻ്റെ ആ ആപ്ലിക്കേഷൻസിൻ്റെ ഇടയിലാണ് ഈ പാവപ്പെട്ട ഒരു വിഡോയുടെ പേപ്പർ ഇരുന്നത്. പരിശുദ്ധാത്മാവ് അത് പൊക്കിയെടുത്ത് ഇത്രത്തോളം ആക്കിയതിൻ്റെ പിന്നിൽ എല്ലാ മഹത്വവും എൻ്റെ സ്വർഗത്തിലെ കർത്താവിനെ കരയറ്റുന്നു. പല തവണ അത് ഡിലേ ആയി പോയി. നടക്കില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഹല്ലേലൂയ. വാട്ട് എവർ ഇറ്റ് മേ ബി, സംഭവിക്കുന്നതൊന്നും നമ്മുടെ കർത്താവ് അറിയാതെ സംഭവിക്കില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നല്ലോ. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവമക്കളെ. വാട്ട് എവർ ഹാപ്പൻസ് ടു അസ് എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒത്തിരി ഡിലേ ആയപ്പോൾ എന്നെ ഒരുപാട് ഭാരപ്പെടുത്തി ഈ വിഷയത്തിൽ. ഈ ദിവസങ്ങളിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ കുഴപ്പം കൊണ്ട് വന്നതല്ല, വല്ലാത്തൊരു ഡിലേ വന്നു. എവ്രി ഡേ ഐ യൂസ് ടു ബ്രേക്ക് ചെയ്ത് ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു. ഉടാല ശഖര ബസ്യാന്തര. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ ആപ്ലിക്കേഷൻസിൻ്റെ ഓരോ സ്റ്റേജസിൽ അവരെത്ര പ്രാവശ്യം അത് അവരെ തിരിച്ച് ഓരോരോ അത് കറക്ഷൻ ഇത് കറക്ഷൻ, ആ പേപ്പർ കൊണ്ടുപോവാ ഈ പേപ്പർ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് എത്ര പ്രാവശ്യം ഓടിച്ച് ഇതിൻ്റെ പിന്നാലെ ഞാൻ ഓടിയാണ് എനിക്ക് ആക്ച്വലി ഈ പ്രഷറിൻ്റെ വേരിയേഷൻ വന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കർത്താവെ, അന്ന് അവിടെ വെച്ച് ഞാൻ ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്ക് വേണ്ടി അങ്ങ് ഇത് ചെയ്തു തരുമോ? എനിക്ക് വേണ്ടി ആരുമില്ല കർത്താവെ, എനിക്കിങ്ങനെ ഓടാനുള്ള ആരോഗ്യവും ഇല്ല. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് വലിയവ ചെയ്തു. ആൻഡ് വിത്തിൻ 2 days ആ പേപ്പർ എല്ലാം റെഡിയായി എൻ്റെ കരത്തിൽ കർത്താവ് തരും. എല്ലാ മഹത്വവും കർത്താവിന് കരയറ്റുന്ന വരും ദിവസങ്ങളിൽ അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് കേൾക്കാൻ കഴിയും. God is going to do wonders. എനിക്ക് മാത്രമല്ല ദൈവമക്കളെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് അത്ഭുതം ചെയ്യും. യു ബിലീവ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പലപ്പോഴും നമുക്ക് വെയിറ്റ് ചെയ്ത് പേഷ്യൻ്റായിട്ടിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കർത്താവിനൊരു സമയമുണ്ട്. എത്ര VVIPസിൻ്റെ പേപ്പേഴ്സ് വന്നാലും അതിൻ്റെ നടുവിൽ ദൈവ പൈതലിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പർ പൊക്കി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അത് ചെയ്തു തരുവാൻ നമുക്ക് കഴിയുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ. അത് ഈ പ്രഭാതത്തിൽ ഞാൻ ഉയർത്തുകയാണ് എൻ്റെ യേശുവിൻ്റെ നാമം. ഐ ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം അത്രയും ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിളാണ്. കാര്യം ഈ മെസ്സേജ് ആരൊക്കെ കേൾക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. സോ മറ്റുള്ളവർക്ക് അതൊരു ഇഷ്യൂ ആയി മാറരുത്. അതുകൊണ്ടാണ്, ബിക്കോസ് ഹിയർ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത്. മാനുഷ്യപരമായി നോക്കിയാൽ ഇനിയും വർഷങ്ങൾ എടുക്കുമായിരുന്നു ആ പേപ്പർ ശരിയായി കിട്ടാനായിട്ട്. ഓക്കെ,
Now let us go to the message. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നുള്ള വാഗ്ദത്ത പ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തേക്ക് അണിഞ്ഞു വരുന്ന കർത്താവേ, അങ്ങ് വിശ്വസ്തനായ ദൈവം, അങ്ങ് ഞങ്ങളുടെ സ്വീറ്റ് ഡാഡിയാണ്. അങ്ങ് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന കർത്താവാണ്. ഓ യു ആർ എവർ ഗ്രേറ്റ് ഷെപ്പേർഡ്. ഞങ്ങളെ പച്ചപ്പുൽ മറ്റയിൽ കിടത്തുന്ന കർത്താവാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് ഞങ്ങളെ നടത്തുന്ന കർത്താവാണ്. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായ കർത്താവാണ്. കഴിഞ്ഞ രാത്രി നല്ലോണം ഉറങ്ങി പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേൽപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ടങ്സ് പ്രാർത്ഥനയൊക്കെ ഇടുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. എല്ലാം അങ്ങയുടെ കൃപയാലാണ് കർത്താവേ. എളിയവളെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓറിക്കാസ്യാന്തർ അങ്ങയുടെ ഗ്രേസ് ഒന്ന് മാത്രമാണ്. വി കുഡ് ഏബിൾ ടു സീ ദ 12th of March of 2024. ഹല്ലേലൂയ. എല്ലാ മഹത്വവും എൻ്റെ കർത്താവിനെ കരയേറ്റുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്നത്തെ മെസ്സേജ് നല്ലോണം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അടിയൻ്റെ നാവോട് കൂടെ ഇരുന്നാട്ട്, അടിയനെ സ്ട്രെങ്തൻ ചെയ്താട്ട്, അടിയനെ ശക്തീകരിച്ചാട്ട് അതിയോടൊന്ന് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. സകല പ്രാർത്ഥനയാചിരപ്പിച്ചിട്ട് സ്തോത്രം. സാലോ ഞങ്ങൾക്ക് പഠിച്ചുകൊണ്ട് വെച്ചു യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സോ ടുഡേ ഗോഡ് ഹസ് ഗിവൻ us a wonderful promise. ഇതെല്ലാവർക്കും കാണാപ്പാടായിട്ടുള്ളൊരു സങ്കീർത്തനമാണെന്ന് എനിക്കറിയാം. ഇറ്റ്സ് Psalm 23. Hallelujah. He makes me lie down in green pastures. He leads me beside still waters. എൻ്റെ മലയാളം ഇങ്ങനെയാണ്: പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. വാട്ട് എ വണ്ടർഫുൾ പ്രോമിസ് അല്ലേ? ഹല്ലേലൂയ. ഓറി കാസ്യാന്തര റീബസത്തുര. നമ്മുടെ ചെറിയ കാലത്ത് നമ്മൾ കർത്താവിൻ്റെ രക്ഷിതാവായി വരുന്ന സമയം തൊട്ട് നമ്മൾ കേൾക്കണ ഒരു സങ്കീർത്തനമാണ് അല്ലേ? ഹല്ലേലൂയ. ഈ സങ്കീർത്തനം എന്താ പറയുന്നത്? ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേയ്ക്കുന്ന, ലീഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ആ സങ്കീർത്തനം മുഴുവൻ. അതുപോലാണ് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷേ അതിലും അധികമായിട്ടാണ് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. The perfect shepherd leads us to eat from the green pastures and drink from the still waters so that the sheep are happy and filled. നമ്മൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഈ ആടുകൾ എന്താ പറയുക, ഈ ആടാണെങ്കിലും മാനുകളാണെങ്കിലും വളരെ ശക്തമായി പൊങ്ങുന്ന വെള്ളത്തിൽ അവർ വെള്ളം കുടിക്കാൻ പോകത്തില്ല. അവർ സ്റ്റില്ലായിട്ടുള്ള വാട്ടേഴ്സിലാണ് അവർ വെള്ളം കുടിക്കാൻ പോകുന്നത്. നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ നമ്മളെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കാണ് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ കൊണ്ടുവന്നേക്കണേ. So God will lead us in such a way. So if you trust in God, hallelujah. നമുക്ക് പച്ചപ്പുൽമത്തയിൽ കിടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഫിഷ്യൻ്റായിട്ട് നമുക്ക് വേണ്ടതെല്ലാം, നമ്മുടെ തേഴ്സ്റ്റ്, നമ്മുടെ എന്താ പറയുക, ദാഹമാണെങ്കിലും നമ്മുടെ വിശപ്പാണെങ്കിലും സഫിഷ്യൻ്റായിട്ട് നമ്മൾ കിട്ടി സ്വസ്ഥമായി ഹല്ലേലൂയ ആ പച്ചപ്പുൽമത്തയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ഈ വർഷത്തിലൂടെ തരുന്നത്. ഹല്ലേലൂയ. പച്ചപ്പുൽമത്തയിൽ എന്താണുള്ളത്? ആ പാസ്റ്റേഴ്സ്, ഗ്രീൻ പാസ്റ്റേഴ്സ് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. സ്റ്റിൽ വാട്ടേഴ്സ് എന്താണ്? പരിശുദ്ധാത്മാവാണ്. സോ ട്രസ്റ്റ് ഹിം ആൻഡ് walk with him every day for this experience each day. ഹല്ലേലൂയ. നമുക്ക് ഓരോ ദിവസവും നമുക്ക് വേണ്ടത് സ്വർഗത്തിലെ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ. ധരാബാഷന്തര. നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്, ഇസ്രയേലൈറ്റ്സ് അല്ലേ, ആ വിൽഡർനസിലൂടെ അവർ പോയപ്പോൾ അവർ ദാഹിച്ചു, അവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് കർത്താവ് അതെല്ലാം കൊടുത്തു. ഹല്ലേലൂയ. ഓ റിതിബി ഖാരാസ്യാന്തര. എന്തിനാണ്? കർത്താവിൽ അവർ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്യാനാണ് കർത്താവ് അതൊക്കെ ചെയ്തത്. ഹല്ലേലൂയ. when they started calling upon the Lord, he showered മീറ്റ് കൊടുത്തു, മന്ന കൊടുത്തു അല്ലേ? ഹല്ലേലൂയ. അത് മാത്രമാണോ? അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് മാറായിലെ വെള്ളം മധുരമാക്കി കൊടുത്തു. ഹല്ലേലൂയ. in the same way Lord provides enough for that day. as God's children നമ്മൾ എപ്പോഴും ചെയ്യേണ്ട എന്താ? കർത്താവിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. നമ്മളെ ഫെയ്ത്തിൽ നടക്കാൻ പഠിപ്പിക്കുന്നത് കർത്താവാണ്. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഒരിക്കലും നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ.
ഓറി കാലാബ എന്നും നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വി ഷുഡ് ആസ്ക് ഗോഡ് ഫോർ എവറിത്തിങ്. വി ഷുഡ് ഡിപ്പെൻഡ് ഓൺ ഗോഡ് ഫോർ എവറിത്തിങ്. നമ്മളെല്ലാ കാര്യത്തിനും കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം. ഹി ഇൻസ്ട്രക്ട്സ് അസ് നോട്ട് ടു വറി അബൌട്ട് വാട്ട് വി വിൽ ഈറ്റ് ഓർ ഡ്രിങ്ക്. നമ്മൾ എന്ത് കഴിക്കും, നമ്മൾ എന്ത് കുടിക്കുന്ന ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹെവൻലി ഫാദർ നോസ് വാട്ട് വി ഷുഡ് പ്രൊവൈഡ്. കർത്താവിൻ്റെ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, ജാതികളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കണേ. കർത്താവ് നമ്മൾ കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് കഴിയുമ്പോൾ മക്കളെ, ആക്ച്വലി വാട്ട് എവർ വി നീഡ്, വി ഹാവ് എവറിത്തിങ്. ഹല്ലേലൂയ. വി ഡി നോട്ട് വോണ്ട് ടു വറി അബൌട്ട് ഇറ്റ്. ഹല്ലേലൂയ. ധാരാബാസി കാരാബാസി ആന്തര. എന്താണ് വാട്ട് ആർ ഗ്രീൻ പാസ്റ്റേഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? എൻ്റെ സൗണ്ട് കുറച്ച് കുറവാണ്, ഇച്ചിരി ക്ഷീണമുണ്ട്, രാവിലെ എഴുന്നേറ്റതുകൊണ്ട്. ഐ എം വെരി സോറി അബൌട്ട് ഇറ്റ്. ദ സ്പിരിച്വൽ പ്ലേസ് ആണ് വേർ വി ലിവ് ആൻഡ് മൂവ്. നമുക്കറിയത്തില്ല, നമ്മുടെ ബാങ്കിൽ ചിലപ്പോൾ ₹1 പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു പരിശുദ്ധാത്മാവിലിരുന്ന് നല്ലോണം വചനം മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അതാണ് കർത്താവിലുള്ള സന്തോഷം, കർത്താവിലുള്ള റെസ്റ്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട് ദൈവമക്കളെ. ആത്മാവിന് വേണ്ടത് വചനവും ദൈവവചനവും പരിശുദ്ധാത്മാവിലുള്ള പ്രാർത്ഥനയുമാണ്. ഹല്ലേലൂയ. ധാരാബാഷി കാരാബാസ്യാന്തര. സോ സാം 23 ആക്ച്വലി അതൊരു അനുഗ്രഹിക്കപ്പെട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം മുഴുവൻ നമ്മൾ പഠിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അബൌട്ട് എറ്റേണൽ റെസ്റ്റ്, എറ്റേണൽ പീസ് ആൻഡ് എറ്റേണൽ കംഫർട്ട്. ഹല്ലേലൂയ. നമുക്ക് നിത്യമായി കിട്ടുന്ന കർത്താവിൽ നിന്നുള്ള സമാധാനവും ആശ്വാസവുമാണ്. ഹല്ലേലൂയ. ആ റെസ്റ്റുമാണ്. നമ്മൾ താവരെ കൂടി നടന്നാലും നമുക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലൂടെയാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ധാരാബാസി കാലാബാസി ഖാരാബീസി ആന്തര. ഗ്രീൻ പാസ്റ്റേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അബൻഡൻസിനെയും കാണിക്കുന്നു കേട്ടോ. കാര്യം പച്ചപ്പുൽ ഈയിടയ്ക്ക് ആരോ ചോദിക്കണേ കേട്ടോ, പശുക്കൾക്ക് ആടുകൾക്ക് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു കളർ എന്താണെന്ന്. അപ്പോഴാ ഗ്രീൻ കളറാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അവർക്ക് ബാക്കിയുള്ള കളേഴ്സ്, അതാണ് അവർക്ക് ഈ പശുക്കൾക്കൊക്കെ വൈക്കോല് കൊടുക്കുമ്പം അവരത്രയും ഹാപ്പിയല്ല. പച്ചപ്പുല്ല് കൊടുക്കും, പച്ചപ്പുല്ല് കാണുമ്പോഴത്തേക്കും ഈ ആടുകൾക്കും പശുക്കൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ് അത്രേ. അല്ലെങ്കിൽ ഞാനത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷിച്ചു. എന്തൊക്കെ കാര്യങ്ങളല്ലേ കർത്താവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഓർത്താൽ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് അബൻഡൻസ് വേർ ദ നമ്മുടെ ഷീപ്പ് ഫൈൻ ഇനഫ് ഫുഡ് ടു ഈറ്റ്. അവൻ ഈ ആടുകളെ കഴിച്ച് തളർന്ന് അവർ സന്തോഷം കൊണ്ട് തൃപ്തിയായിട്ട് ആ ഗ്രീൻ പാസ്റ്റേഴ്സിൽ അവർ കിടക്കും. ഹല്ലേലൂയ. ഈ സ്റ്റിൽ വാട്ടേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റിൽ വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടേഴ്സ് ദറ്റ് ഫ്ലോ വെരി സ്ലോലി ആൻഡ് കാംലി. ഞാനതാ പറഞ്ഞത്. ഈ ആടുകളും മാനുകളും ഒക്കെ അവർ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ അവരങ്ങനെയുള്ള സ്ഥലത്താണ് അവർ പോയിരുന്നത്. ശാന്തമായി ആ എന്താ പറയുക, ഇളനീർ, എന്താ പറയുക, ഊറ്റ് വെള്ളമില്ല, നല്ല തെളിഞ്ഞ വെള്ളമില്ലേ, അതാണ് അവർ കുടിക്കുന്നത്. അത് സ്റ്റിൽ വാട്ടേഴ്സാണ് അവർ കുടിക്കുന്നത്. ഇങ്ങനെ ബഹളമുള്ള ഭയങ്കര ഫോൾസിൻ്റെ അവിടെയൊന്നും അവർ നിൽക്കത്തില്ല, അവർക്ക് പേടിയാണ്. സോ അത് ആക്ച്വലി ദാറ്റ് ബ്രിങ് മച്ച് പീസ് ആൻഡ് റെസ്റ്റ് ടു വൺ സ്പിരിറ്റ്. എന്തുകൊണ്ടാണ് നമ്മളൊരു ബീച്ചിനടുത്ത് പോയിക്കണേ? നമുക്കൊക്കെ അറിയാം, നമുക്കൊരു ലോൺലെസ് ഫീൽ ചെയ്യുമ്പോഴോ, നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഇല്ലാതിരിക്കുമ്പോഴോ, ഒരു പ്രയാസത്തിലൂടെ നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മളൊരു അരുവിയുടെ അടുത്ത് അല്ലെങ്കിൽ പാറക്കെട്ടിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത്, അതിനടുത്ത്, നീരുറവയ്ക്കടുത്ത്, വയലിനടുത്തൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾനെസ് അനുഭവിക്കാൻ കഴിയുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ആ ഒരു തണുപ്പും ആ ഒരു സ്റ്റിൽനെസ്സും ആ ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറും ഒക്കെയാണ്. അതുപോലാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്നത്. സോറി കാരാസ്യാന്തര റീബശന്തര ഉറി കാലാബ റിതികേസി കാരാബ. സോ ഈ പ്രഭാതത്തിൽ ഈ വർഷങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.
നമ്മൾ ഓർക്കുക, ആരെങ്കിലും ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ആകാശത്തിരുക്കളെ വാതികൾ തുറന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതെല്ലാം കർത്താവ് ഇന്നത്തേക്കുള്ളത് പ്രൊവൈഡ് ചെയ്യട്ടെ. ഹല്ലേലൂയ. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ hallelujah message, Daddy, wonderful promise. We put our complete trust in you, Daddy. We know that you feed us with the greenest of pastures and make us drink the pure still waters. Hallelujah. കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവെ ഹല്ലേലൂയ സ്റ്റിൽ വാട്ടേഴ്സിൻ്റെ അടുത്തിരുന്ന് കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല സമാധാനവും സന്തോഷമാണ് പപ്പ. എൻ്റെ പപ്പയുടെ ആ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങൾ എപ്പോഴും ആയിരിക്കാൻ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മെസ്സേജ് കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. അടിയനെ കുഞ്ഞിനേശു രക്തം വരക്ക് ഞങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കണം. മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ് ഡാഡി. ഇന്ന് ഞങ്ങളുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കണം കർത്താവെ. ഇന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും കർത്താവ് ശക്തിയോടെ നിർത്തണമേ. ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ കർത്താവെ. കടന്നു വരുന്നവരെ എല്ലാം അനുഗ്രഹിക്കണം. മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ വിത്ത് മെനി മിറക്കിൾസ്. May God bless everyone. If you got any doubt regarding Zoom meeting or anything, you can just call me in my number. My number will be below in this description, so you can call me. ലിങ്ക് ഞാനിപ്പോൾ ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ വിത്ത് അനദർ ബ്ലെസ്സിങ് മെസ്സേജ്. ബൈ ബൈ.